ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് റാഹത്താണ്, കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയുക, പിന്നെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും, ഹലാലായ ഏത് ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നല്ല നല്ല ആത്മാർത്ഥതയോടു കൂടി, നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചിരുന്ന ഉറപ്പോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ആഗ്രഹം സാധിക്കട്ടെ, ഉറപ്പാണ്. എനിക്ക് അനുഭവങ്ങളോട് ഞാൻ പറയുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നീയത്ത് പ്രധാനമാണ് കേട്ടോ. ശരിയാവോ, ചെയ്ത് നോക്കുക എന്നുള്ളൊരു ഉദ്ദേശം ചെയ്ത് എൻ്റെ റബ്ബ് എനിക്ക് അത് നമ്മൾ എന്ത് റബ്ബിനോട് ദുആ ചെയ്യണം, അത് നമുക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള കാര്യമാവരുത്. മറ്റുള്ളവർക്ക് വേദനയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് എതിരെയായിട്ട് മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന രീതിയിലൊരാഗ്രഹം നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത് നമുക്ക് തന്നെ ലാസ്റ്റ് തിരിച്ചടി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറാത്ത രീതിയിലുള്ള ഹലാലായ ഏതൊരാഗ്രഹം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ കുറേ മുമ്പ് ഇങ്ങനെ കണ്ട വീഡിയോ ആണ് ഇട്ടത്. അപ്പം അത് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എനിക്ക് ആ ഒരു ആഗ്രഹം റബ്ബ് എനിക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു കാര്യം. ഈ ഒരു ആയത്ത് നമ്മൾ ഓതിയാലില്ലേ, നമ്മളെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. മനസ്സിന് വേജാറും എപ്പോഴൊന്നും ഉണ്ടാവില്ല. അതേപോലെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഒരുപാട് ചെയ്യുന്ന കാര്യം എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് സാധിച്ചു ഒരു ഉറച്ച തീരുമാനത്തോടെ കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഏതെങ്കിലും സമയത്ത് ചെയ്യാതെ നല്ലൊരു സമയം നോക്കി നിസ്കാരത്തിന് ശേഷം, ഫർള് നിസ്കാരത്തിന് ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം, ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ. ഇതാണ് ഈ ഒരു ആയത്തില്ലേ, ഒരു തവണയെങ്കിലും ഓതുക, അല്ലെങ്കിൽ 1 3 ഏതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടമുള്ള ആ ഒരു ആഗ്രഹം അതേപോലെ ഓതുക കേട്ടോ. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ഒരു ആയത്തില്ലേ ഓതുക, മനസ്സാന്നിധ്യത്തോടെ കൂടി ഓതുക, നല്ല വൃത്തി ഒളുവൊക്കെ ചെയ്ത് നിസ്കാരപ്പായത് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. ഈ ഒരു ആയത്ത് ഒരു തവണ അല്ലെങ്കിൽ ഒരു 3 തവണ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് വെച്ചാൽ ആ ഒരു ആഗ്രഹം എണ്ണത്തിനനുസരിച്ച് ചെല്ലുക കേട്ടോ. ഏറ്റവും ചുരുങ്ങി ഒരു തവണയെങ്കിലും ചെല്ലുക. അതിന് ശേഷം നമ്മളില്ലേ ഒരു സ്വലാത്തുണ്ട്, ഈ ഒരു സ്വലാത്ത് 70 തവണ ഈ ഒരു സ്വലാത്ത് പതിവാക്കുക. ഈ ഒരു സ്വലാത്ത് 70 തവണ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് നാളത്തേക്ക് തന്നെ സാധിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെ അറിയാം, നമ്മൾ ആഗ്രഹം സാധിക്കുന്നവരെ നമ്മൾ ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഫർള് നിസ്കാരത്തിന് ശേഷം ചെല്ലുക, അതേപോലെ നിസ്കാരം കളാക്കാതെ ഫർള് നിസ്കാരം കളാക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. കുറച്ച് ചെയ്യട്ടെ അല്ല, സമയം എത്ര സമയമില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിനായിട്ടൊരു സമയം 5 മിനിറ്റ് പോരെ, 24 മണിക്കൂറുള്ളിൽ ഒരു നിസ്കാരത്തിനായിട്ട് കയ്യും കാലും വൃത്തിയാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നിന്നാൽ പോരെ. അതിന് പോലും സമയമില്ലാതെ നമ്മൾ ജീവിക്കരുത്, നമുക്ക് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെന്താ, റബ്ബിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൈ ഉയർത്തേണ്ട ഒരവസ്ഥ വരും. അതിന് ആരും ഇടവരുത്തരുത്. നിസ്കരിക്കുക കറക്റ്റ് സമയത്ത്, ബാങ്ക് കേട്ടപാട് പോയി നിസ്കരിക്കണമെന്നില്ല, കഴിയുന്നത് അങ്ങനെ ചെയ്യുക. അല്ലാത്തൊരു എന്താ പറയുക, കളാ ആകുന്നതിന് മുമ്പ് ഫർള് നിസ്കാരം മുറുകെ പിടിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം 70 തവണ ഈ ഒരു സ്വലാത്ത് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഈ ഒരു സ്വലാത്ത് 70 തവണ ചൊല്ലിയിട്ടില്ലേ, നമുക്കില്ലേ സ്വലാത്ത് കൊണ്ട് നേടിക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല ദുനിയാവിൽ. നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നു അത് നമുക്ക് സാധിക്കും, ഉറപ്പാണ്. ഇതിന്ന സ്വലാത്തൊന്നുമില്ല. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഹലാലായ ഹൈറായ മക്കൾക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ഭാവി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മളെ മുറാദ് ഹാസിലാകാൻ വേണ്ടിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്തെങ്കിലും കമൻറ്റ് ഇടണേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.